ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പെൻസിൽ വേൾഡ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിമിങ്ങിൻ്റെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് A4-ൻ്റെ ഫ്രെയിമാണ് കേട്ടോ. ഇത് പല സൈസുണ്ട്, 6x10, 4x4, അങ്ങനെ ഫ്രെയിം പല സൈസുണ്ട്. നമ്മൾ വരയ്ക്കുന്നത് A4-ൻ്റെ പേപ്പറിലായിരുന്നു. അപ്പം ആ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം A4-ൻ്റെ തന്നെ ഫ്രെയിം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ ബാക്കിലെ ലോക്ക് ഓപ്പൺ ചെയ്ത് എടുത്താൽ മതി. ബാക്കിലാണ് കേട്ടോ ലോക്ക് ഒത്തിരി സ്ട്രോങ് ലോക്കൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്യുക. എന്നാൽ മോശമൊന്നുമല്ല, അങ്ങനെ പെട്ടെന്ന് വിട്ടു പോകുന്ന ലോക്കും അല്ല കേട്ടോ. അപ്പോൾ ഈ ഫ്രെയിമിന് ഏകദേശം ഒരു 250 റുപ്പീസോളം വരുന്നതാണ്. ഇത് 200 റുപ്പീസിൻ്റെ ചെറിയ ഫ്രെയിമാണ് കേട്ടോ. അപ്പം പല റേറ്റ് ഉണ്ട്. 600 റുപ്പീസൊക്കെ വരുന്ന ഫ്രെയിമും ഉണ്ട്. അതതിൻ്റെ കളർ ചേഞ്ചും അതുപോലെ തന്നെ ഡിസൈനിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടൊക്കെ വരും. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഗ്ലാസിൻ്റെ ഉള്ളെല്ലാം നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം നമ്മൾ പിന്നീട് ഇനി ഇതൊരു ഓപ്പണിംഗ് കൂടെ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഫോട്ടോ വെക്കാൻ. ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ വെക്കുമ്പോൾ അതിൻ്റെ ബാക്കിലൊരു പ്ലെയിൻ പേപ്പറും കൂടെ വെക്കാറുണ്ട്. എല്ലാ ഫോട്ടോ ചെയ്യുമ്പോഴും നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വരച്ച പേപ്പറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഫോട്ടോ സ്പ്രേ ഒക്കെ ചെയ്ത ശേഷം കേട്ടോ വെക്കുന്നത്. അപ്പം അത് ഞാൻ സ്പ്രേ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ വരച്ച ഫോട്ടോ വെച്ചതിന് ശേഷം അത് ആ ലോക്ക് സൂക്ഷിച്ച് തന്നെ നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് ടേപ്പ് കൊണ്ട് നല്ല രീതിക്ക് കവർ ചെയ്യും. ആ ലോക്ക് നമ്മൾ ബ്ലാക്ക് ടേപ്പാട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രെയിമിൻ്റെ സേഫ്റ്റിക്കും ആ ലോക്ക് വിട്ടു പോകാതെയൊക്കെ ഇരിക്കാൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ആ ലോക്ക് വിട്ടു പോകാതിരിക്കാനും അതുപോലെ അത് ഭംഗിയായിട്ടിരിക്കാനൊക്കെ നല്ലതാണ്. നിങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കുറച്ച് വീതിയുള്ള ടേപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ തന്നെ വീതിയുള്ള ടേപ്പ് കിട്ടും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇത്തരം ടേപ്പ് തന്നെയാണ്. ബ്ലാക്ക് ഇൻസെർഷൻ ടേപ്പ് തന്നെ നമ്മളെല്ലാ ഫ്രെയിമിങ്ങിന് തന്നെ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ തന്നെയാണ്. അതിപ്പോൾ ലോങ് കൊറിയർ വിടുന്നതാണേലും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ളവർക്ക് വരച്ചു കൊടുക്കുമ്പോഴാണല്ലോ എപ്പോഴാണേലും നമ്മൾ ഫ്രെയിം ചെയ്യുമ്പം ഇങ്ങനത്തെ ടേപ്പ് തന്നെയാണ് എല്ലാത്തിനും തന്നെ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം വീതിയുള്ള ടേപ്പ് വേണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടേപ്പ് മതി എന്നൊന്നുമില്ല. നല്ലതാണ്. ഇങ്ങനത്തെ ടേപ്പ് കൊണ്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല, വിട്ടു പോകത്തില്ല. വീതിയുള്ള ടേപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ എല്ലാ ഫോട്ടോയ്ക്കും തന്നെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് ചെയ്യുമ്പം കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ ആ ലോക്കിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഒത്തിരി വലിച്ച് ഒട്ടിക്കാതിരിക്കുക ടേപ്പ്. വരച്ച ശേഷം നമ്മൾ അതിൻ്റെ ബാക്കിൽ നമ്മുടെ പേര്, ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോഗ്രാഫ് നമ്മൾ എല്ലാത്തിലും ഇടുന്നതാണ്, നമ്മുടേതാണെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.